صلى وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. ഇതൊരു സംവാദത്തിൻ്റെ വേദിയല്ല. മനുഷ്യ സമൂഹത്തെയും നാനാ മത ജാതി വിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹത്തിലെ സ്വൈര ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിൽ വർഗീയതയും ഫാഷിസവും വിശേഷിച്ചും മതത്തിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെതിരെ മനുഷ്യ സമൂഹത്തിനു വേണ്ടി സമാധാനത്തിനും സ്വൈരജീവിതത്തിനും വേണ്ടി മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സമ്മേളനമാണ് ഈ സായാഹ്നത്തിന് സാക്ഷിയായിട്ടുള്ളത്. വർഗീയതക്കും ഫാഷിസത്തിനുമെതിരെ ശക്തമായ നിലപാടുള്ളവരാണ് മനുഷ്യപ്പറ്റുള്ള എല്ലാവരും. വിവിധ കോണുകളിലൂടെയാണ് ഓരോരുത്തരും അവരവരുടെ ഫാഷിസത്തിനെതിരെയുള്ള നിലപാടുകൾ വ്യക്തമാക്കാറുള്ളത്. ഒരു മതവിശ്വാസി സാംസ്കാരിക പ്രവർത്തനം നടത്തി പ്രത്യേകിച്ചും പ്രത്യേകമായ ഒരു മതതാൽപര്യമൊന്നുമില്ലാത്ത ഒരു സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയും ഇതൊക്കെ തികച്ചും വ്യത്യസ്തമായ തരത്തിലാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കാറുള്ളത്. നേരത്തെ ഇവിടെ സംസാരിച്ച സ്നേഹിതൻ ഫക്രുദ്ദീൻ, അദ്ദേഹം വർഗീയതയ്ക്ക് ഫാഷിസത്തിനുമെതിരെ പാരമ്പര്യ മൂല്യങ്ങളുടെയും മാപ്പിള സ്വത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെ അടയാളങ്ങളും അതിൻ്റെ ശേഷിപ്പുകളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് വാചാലനായിട്ടാണ് നമ്മോട് സംസാരിച്ചത്. തൻ്റെ നിലപാടുകൾ നാമുമായി പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു ആംഗിളിലൂടെയാണ് അദ്ദേഹം അത് പങ്കുവച്ചത് എന്ന് നമുക്കറിയാം. ഒരു മുസ്ലിം എന്ന നിലക്ക് മതേതര രാജ്യത്തും മതരഹിതമായി തീരെ മതങ്ങളില്ലാത്ത ഒരു രാജ്യത്തും ഇന്ത്യ പോലെ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുമ്പോൾ വിവിധ മതവിഭാഗങ്ങൾ ഉള്ളപ്പോൾ തന്നെ മതേതരത്വം എന്ന വിശേഷണമുള്ള രാജ്യമാണ് നമ്മുടേത്. ഇതുപോലെയുള്ള രാജ്യത്തൊക്കെ ഒരു മതവിശ്വാസിയുടെ ഒന്നുകൂടി നമ്മൾ ചുരുങ്ങി താഴോട്ട് വന്നാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതം ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ഭീഷണിയാണോ? ഒരിക്കലുമല്ല എന്നതാണ് മതത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ധാർമ്മികതയും മാനുഷികമായ മൂല്യങ്ങളും പ്രത്യേകം എടുത്തു കാട്ടുന്ന വലിയ സംഭാവനകൾ എല്ലാ മതങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് കഴിവില്ല. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, ഒരു മതേതര സമൂഹത്തിൽ, ബഹുസ്വരത നിലനിൽക്കുന്ന, വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മുസ്ലിമിൻ്റെ മതവിശ്വാസവും ഒരു മുസ്ലിമിൻ്റെ മത കാര്യങ്ങളോടുള്ള പ്രതിബദ്ധതയും അത് ഒരു ഭീഷണിയാണോ, അസഹ്യമാണോ, അത് അപ്രായോഗികമാണോ എന്നത് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ചില ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് കൂടുതലായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആകണം, ആണ് എന്ന് ചിന്തിപ്പിക്കാൻ മതവിശ്വാസങ്ങളിൽ, മതപ്രമാണങ്ങളിൽ വിവരം കുറഞ്ഞ ചില ആളുകളുടെ തെറ്റായ നീക്കങ്ങളും അതിന് കാരണമായിട്ടുണ്ട്. IS അടക്കമുള്ള
തീവ്രവാദ ഭീകരവാദ സംഘടനകൾ, അതും ഇസ്ലാം മതവും തമ്മിലുള്ള ബന്ധം യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കറിയാം. ഇസ്ലാമും IS-ഉം മതത്തിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഏത് ഭീകര സംഘടനകളും ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിക സൊസൈറ്റിക്ക്, ഒരു മുസ്ലിം സമൂഹത്തിന് ആധിപത്യവും എല്ലാ അവകാശങ്ങളും ശക്തിയും എല്ലാം കൈവന്ന ഒരു രാജ്യത്ത് പോലും, ഒരു പ്രദേശത്ത് പോലും മറ്റു മതവിശ്വാസികൾ വളരെ സ്വൈരമായിട്ടാണ് ജീവിക്കുന്നത് എന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെയാണ് ബഹുസ്വര സമൂഹത്തിന് ഭീഷണിയാകുന്നത് എന്ന് വളരെ സങ്കടത്തോടുകൂടെ നമുക്കത് പറയേണ്ടി വരികയാണ്. ഒരിക്കലും അത് ഭീഷണിയാകുന്നില്ല. ഞാൻ ചില ചരിത്ര സത്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിൻ്റെ തൊട്ടു മുൻപാണ് അവിടുത്തെ പടയങ്കി ഒരു ജൂതൻ്റെ കൈവശ പണയത്തിലായത്. ഈ സംഭവത്തെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. മദീന എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അധിപനും അവിടുത്തെ ഏറ്റവും വലിയ ശക്തിയുടെ ഉടമയുമായ പ്രവാചകൻ മുഹമ്മദ് നബി ഒരു സാധാരണ പൗരൻ തന്നെയുമല്ല, മറ്റൊരു മതത്തിൽ ജീവിക്കുന്ന, മതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് കടം ചോദിക്കുന്നതാണല്ലോ ചരിത്രത്തിലെ ഒരു രംഗം. അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കയ്യില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ജൂതനായ ഒരു മനുഷ്യരോട്, ഒരു വിശ്വാസിയോട് പ്രവാചകൻ കടം ചോദിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ എല്ലാ അധികാരവും ശക്തിയും കൈവശമുള്ള, അത് സ്വന്തമായിട്ടുള്ള മുഹമ്മദ് നബി അങ്ങനെ കടം ചോദിക്കുമ്പോൾ അതൊരു ഈടില്ലാതെ തനിയെ അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് ധീരമായി പറയാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ടായിരിക്കുമല്ലോ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പടയങ്കി ഈടായിട്ട് കൊടുത്തത്. എല്ലാ അർത്ഥത്തിലും മതത്തിന് ശക്തിയും അധികാരവുമുള്ള ഒരു സൊസൈറ്റിയിൽ മറ്റൊരു മതവിശ്വാസിക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെയുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ മുഖത്ത് നോക്കി ഒരു ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങൾക്ക് കടം തരില്ല ഈടില്ലാതെ എന്ന് പറയാൻ അദ്ദേഹത്തിനുണ്ടായ, ഈ ജൂതവിശ്വാസിക്കുണ്ടായ ശക്തി എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഇസ്ലാമിന് സമ്പൂർണമായ അധികാരം കൈവന്നിട്ടും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇസ്ലാമിൻ്റെ ശക്തിയും ആധിപത്യവും അവരുടെ സ്വൈര ജീവിതത്തിന് ഒരു തടസ്സമായിട്ടില്ല എന്നതാണ് ഈ ചരിത്ര സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അഖ്സ കീഴടക്കിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ ഈലിയ എന്ന പ്രദേശത്ത് വെച്ച് അവിടെയുള്ള ക്രൈസ്തവരുമായി നടത്തിയ ഒരു കരാറുണ്ട്. അവർക്ക് ഉറപ്പുകൊടുത്ത, ഈ കരാറിലൂടെ ഉറപ്പുകൊടുത്ത ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന് ആധിപത്യം കൈവന്നതിന് ശേഷവും അങ്ങനെ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ അധികാരമുള്ള ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ ചില നിയമങ്ങളും ചില വ്യവസ്ഥിതികളുമുണ്ട്. ഈ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതു നന്മക്ക് മതിയാകുന്നതാണ്. ആ രാജ്യത്തിൻ്റെ പൊതു നന്മക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, രൂപീകരിക്കപ്പെട്ട വ്യവസ്ഥിതിയോടും മൂല്യങ്ങളോടും അവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല എല്ലാ മതവിശ്വാസികളും അതിനോട് യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അത്തരമൊരു സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നികുതി തന്ന് ഇവിടെ ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും, എല്ലാ മതവിശ്വാസികൾക്കും സമ്പൂർണമായ സുരക്ഷ നൽകണമെന്നായിരുന്നു ആ കരാറിൻ്റെ ആകത്തുക. തന്നെയുമല്ല, ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അന്ത്യ നിമിഷങ്ങളിൽ, മരണത്തോടടുക്കുന്ന ഘട്ടങ്ങളിൽ നടത്തിയ ഏതാനും ചില സുപ്രധാനമായ ചില വാക്കുകളുണ്ട്.
ആ വാക്കുകളിൽ നമ്മുടെ രാജ്യത്ത് അഥവാ ഇസ്ലാമിക രാജ്യത്ത് മറ്റു മതവിശ്വാസികൾക്ക് അവർ നികുതി തന്ന ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി അംഗീകരിച്ച് ജീവിക്കുന്ന കാലത്തോളം അവർക്ക് സമ്പൂർണമായ സുരക്ഷിതത്വം കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, അത് ഇസ്ലാമിൻ്റെ ബാധ്യതയാണ് എന്നതായിരുന്നു മഹാനവറുകൾ എടുത്തു പറഞ്ഞത്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അത് ഒരു മറ്റു മതവിശ്വാസിയാകണമെന്നില്ല. ഇസ്ലാമിക സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിശ്വാസി ആഭ്യന്തര പ്രശ്നങ്ങൾക്ക്, ആഭ്യന്തരമായ സുരക്ഷിതത്വത്തിന്, സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളോ അട്ടിമറികളോ നടത്തിയാൽ അവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരോടും ഒരേ നിലപാടായിരുന്നു ഇസ്ലാമിന്. ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സക്കാത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് ഒരാളുടെ സമ്പാദ്യത്തിന്റെ നിശ്ചിത ഭാഗമാണ് സക്കാത്തായി നിർബന്ധദാനമായി കൊടുക്കേണ്ടത്. പ്രമുഖനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി ഒരാളുടെ കയ്യിൽ ഓരോ ദിവസവും ബാക്കി വരുന്ന മുഴുവൻ സ്വത്തും സമ്പത്തും അത് ഒരു നിശ്ചിത ഒരളവ് എന്ന കണക്ക് നോക്കാതെ, ഇത്ര ശതമാനം എന്ന കണക്കില്ലാതെ ബാക്കി വരുന്ന മുഴുവൻ സമ്പത്തും നിർബന്ധദാനമായി കൊടുക്കണം എന്ന ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചപ്പോൾ അത് സ്വഹാബിയാണ്, പ്രവാചകന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ്, ആത്മീയമായി വളരെ ഉയർച്ച പ്രാപിച്ച ഒരു മഹൽ വ്യക്തിത്വമായിട്ടും നിലനിൽക്കുന്ന ഒരു ആഭ്യന്തര സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ചില അഭിപ്രായം മുന്നോട്ട് വച്ചപ്പോൾ സ്നേഹത്തോടുകൂടെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്ന് പറഞ്ഞത് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ നിലപാടെടുക്കുകയോ ചെയ്താൽ അവിടെ എല്ലാ മതവിശ്വാസികളോടും മതമില്ലാത്തവരോടും ഇസ്ലാമിന് ആധിപത്യമുള്ള രാജ്യത്ത് പോലും ഒരേ നിലപാടാണ് കൈവന്നത് എങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ, ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അച്ചടക്കത്തോടുകൂടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതം ഒരിക്കലും ബഹുസ്വരതയ്ക്ക് ഭീഷണിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പൂർണമായ നീതിയിൽ നിന്നും മാനുഷികമായ കടപ്പാടുകളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ജീവിതം രൂപപ്പെടുന്നത്. മഖ്സൂമിയ കുടുംബത്തിൽപ്പെട്ട പ്രമുഖ കുടുംബമാണത്. കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ കളവ് നടത്തിയപ്പോൾ പ്രവാചകനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് അവൾക്ക് കൈമുറിക്കപ്പെടുക എന്ന ഒരു ശിക്ഷ ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഇസ്ലാമിക രാജ്യത്ത് മാത്രം. ഇങ്ങനെയുള്ള ഒരു ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ മഖ്സൂമിയ കുടുംബത്തിൽപ്പെട്ട പ്രമുഖയായ ഒരു വനിതയായതുകൊണ്ട് അവൾക്ക് ശിക്ഷയ്ക്ക് ഒരു ഇളവ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ ശക്തമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. എൻ്റെ സ്വന്തം മകൾ, കരളിൻ്റെ കഷ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എൻ്റെ സ്വന്തം മകൾ ഫാത്തിമയാണ് കളവ് നടത്തിയത് എങ്കിലും അവളുടെ കൈ മുറിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമവും ഒരേ നീതിയുമാണ് എന്നതായിരുന്നു മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മനസ്സിനെ വളരെയേറെ ആകർഷിക്കേണ്ട, വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് മഹാനായ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടത്. മഹാനവറുകളുടെ ഒരു പടയങ്കി നഷ്ടപ്പെടുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം കൂഫയിലെ ഒരു വഴിപാടിപ്പക്കാരൻ്റെ അടുത്ത് കച്ചവടത്തിന് വച്ച പ്രദർശിപ്പിക്കപ്പെട്ട പല വസ്തുക്കളുടെ കൂട്ടത്തിൽ ആ രാജ്യത്തിൻ്റെ, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഖലീഫയായി ധീരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പടയങ്കി വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്. ഒരു വഴിപാടിപ്പക്കാരൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഖലീഫ പറഞ്ഞു, ഇത് എൻ്റേതാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റേതാണ്. സ്വാഭാവികമായും തർക്കം വരികയാണ്. കൂഫയിൽ അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ നിശ്ചയിച്ച് അദ്ദേഹത്തിൻ്റെ, അലി തങ്ങളുടെ കീഴിൽ ഭരണം നടത്തുന്ന, ഇസ്ലാമിക കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷുറൈഹ് എന്ന് പറയുന്ന കാലിയാണ് അവിടെ കാലിയായിട്ടുള്ളത്. ഷുറൈഹിന്റെ അടുക്കൽ ഈ കേസ് എത്തുന്നു. ഇവിടെ വാദിയും പ്രതിയും ആരാണ്? ഒരു കേവല വഴിപാടിപ്പക്കാരനാണ് ഖലീഫയുടെ പടയങ്കി മോഷണം നടത്തിയിട്ട്
തികച്ചും അന്യായമായി കച്ചവടം നടത്തിയ ഒരു വഴിവാണിപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പടയങ്കിക്ക് വേണ്ടി വാദിച്ച് മുന്നോട്ട് വരികയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് കാലി ചോദിക്കുകയാണ്, ഇത് അദ്ദേഹത്തിന്റെ കൈവശമാണ് ഇപ്പോൾ ഈ പടയങ്കി ഉള്ളത്, ഇത് എന്റേതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിന് തെളിവ് ഹാജരാക്കേണ്ടതുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സാക്ഷികളായിട്ട് 2 പേരെ ഹാജരാക്കുകയാണ്. ഒന്ന് സ്വർഗത്തിലെ യുവാക്കളിൽ മുന്നിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്, പ്രവാചകന്റെ പൗത്രൻ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം മകനാണ്, പുത്രനാണ്. മറ്റൊന്ന് അവിടുത്തെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ജീവിതത്തിലെ ഒരു ഹാദിമായിട്ട് പരിചാരകനായിട്ട് കൂടെ ഉണ്ടാകുന്ന ആളാണ്. ഇവർക്ക് 2 പേർക്ക് മാത്രമാണ് സ്വകാര്യമായി സൂക്ഷിച്ചിരുന്ന ഈ പടയങ്കിയെക്കുറിച്ച് വിവരമുള്ളൂ എന്നതുകൊണ്ടാണ്, അവർക്കാണത് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അവരെ സാക്ഷികളായിട്ട് മുന്നിൽ വെച്ചത്. കാലിയുടെ അടുക്കൽ കേസ് വാദിക്കുന്നത് കാലിയുടെ എത്രയോ മുകളിലുള്ള, വ്യവസ്ഥയനുസരിച്ച് എത്രയോ മുകളിലുള്ള ഖലീഫയായ അധിപനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. എതിരായിട്ട് നിൽക്കുന്നത്, പ്രതിയായിട്ട് നിൽക്കുന്നത് ഒരു വഴിവാണിപ്പക്കാരനും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എന്റേതാണ്, സാക്ഷികളായിട്ട് എൻ്റെ സ്വന്തം മകനെയും എൻ്റെ പരിചാരകനെയും ഞാൻ ഹാജരാക്കിയിരിക്കുന്നു എന്ന്. ഖലീഫയുടെ മുഖത്ത് നോക്കി മഹാനായ ശുറൈഹ് എന്ന് പറയുന്ന കാലി പറയുന്നത്, നിങ്ങൾക്ക് നീതി കിട്ടാൻ ഒരു തരവുമില്ല. കാരണം നിങ്ങൾ സാക്ഷികളായിട്ട് ഹാജരാക്കിയത് ഒന്ന് സ്വന്തം മകനെയാണ്, മറ്റൊന്ന് പരിചാരകരെയാണ്. ഇവർ രണ്ടും സാക്ഷിമൊഴി നടത്തിയാൽ അത് ഇസ്ലാമിൽ തെളിവല്ല എന്ന്. ഈ കേവല വഴിവാണിപ്പക്കാരന്റെ മുന്നിൽ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു തോറ്റുകൊടുക്കുന്നു. എനിക്കത് അവകാശപ്പെട്ടതല്ല, എനിക്കത് പറയാനും സ്ഥിരപ്പെടുത്താനും കഴിയില്ല എന്ന് പറഞ്ഞ് തോറ്റുകൊടുക്കുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ ജൂതനായ വഴിവാണിപ്പക്കാരൻ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം, ഒരു ജൂതനായ വഴിവാണിപ്പക്കാരന്റെ മുന്നിലാണ് നീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ശുറൈഹ് എന്ന് പറയുന്ന കാലി അലി റളിയല്ലാഹു അൻഹുവിന് ജയിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നത്. തോറ്റുകൊടുക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ജൂതനായ വഴിവാണിപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു, മുഹമ്മദ് ഇത്രമാത്രം വലിയൊരു നീതിയാണ്, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കുമുള്ള നീതിയാണ് മുഹമ്മദ് അനുശാസിച്ചിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഇസ്ലാമിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു ജൂതൻ തൻ്റെ വീടും പുരയിടവും ഉൾക്കൊള്ളുന്ന സ്ഥലം നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാൾ 2 മടങ്ങ് വിലക്ക് അദ്ദേഹം കച്ചവടത്തിന് വെക്കുകയാണ്. പലരും കച്ചവടം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ആ പരിസരത്തൊന്നുമില്ലാത്ത വലിയ ഒരു വിലയാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം ചില കച്ചവടക്കാർ അദ്ദേഹത്തോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, നിങ്ങൾ അപ്രായോഗികമായ വിലയാണല്ലോ പറയുന്നത്, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വിലയില്ലല്ലോ എന്ന്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായി ജൂതൻ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്തുള്ള വസ്തുവിന്റെ വിലയാണ് നിങ്ങൾ പറഞ്ഞത് എങ്കിൽ എൻ്റെ ഒരു അയൽവാസിയുണ്ട്, അബ്ദുല്ലാഹി മുബാറക്. അദ്ദേഹം സൂഫി വര്യനാണ്, ഒരു തികഞ്ഞ മതവിശ്വാസിയാണ്, ഇസ്ലാമിന്റെ ഏറ്റവും മൂല്യങ്ങൾ ഉയർത്തി ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു മഹാനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്തിന്റെ മൂല്യവും കൂടിയാണ്, അതെനിക്ക് വിലയിടാൻ പറ്റില്ല, പക്ഷേ നിലവിലുള്ള വസ്തുവിന്റെ വിലയേക്കാൾ അതിന്റെ ഒരു മടങ്ങ് കൂടി വില കൂട്ടിയിട്ട്, അതൊരിക്കലും ഒരു വിലയല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഇസ്ലാം മതവിശ്വാസിയായ ഇസ്ലാമിലെ പുണ്യപുരുഷനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അയൽപ്പക്കത്തിന് കൂടിയാണ് ഞാൻ വിലയിട്ടത് എന്നതായിരുന്നു ജൂതനായ അയൽവാസിയുടെ പ്രതികരണം. സത്യത്തിൽ അയൽപ്പക്കക്കാർക്കൊത്ത്, ശിഷ്യന്മാർക്കൊത്ത്, അധ്യാപകർക്കൊത്ത്, വിദ്യാർത്ഥികൾക്കൊത്ത്, കൂട്ടുകുടുംബങ്ങൾക്കൊത്ത്, മറ്റു മതവിഭാഗങ്ങൾക്കൊത്ത് എല്ലാവർക്കും ഒത്തുകൊണ്ടുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം ഇത്രമാത്രം തുറന്നതാണ്. സത്യത്തിൽ ഇസ്ലാം ഇങ്ങനെയുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനവ സംഗമം എന്ന് പറയുമ്പോൾ ഇസ്ലാം മതവിശ്വാസി അവർ മതപരമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമാണ് സത്യം. അത് ഞാൻ വിശ്വസിക്കുന്നു, ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരവരുടെ മതമനുസരിച്ച് വിശ്വസിക്കും. ഇസ്ലാമാണ് സത്യം, മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമാണ് സത്യം എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നിടത്തോ, അവരുമായി ഇടപാട് നടത്തുന്നിടത്തോ, അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നിടത്തോ, അവരെ മനുഷ്യനെന്ന നിലക്ക് ആദരിക്കുന്നിടത്തോ തെല്ലും അതിന് ഒരു തകരാറും സംഭവിക്കുന്നില്ല. ഇത്രമാത്രം ഒരു ബഹുസ്വരതയാണ്, ഒരൈക്യത്തെയാണ്, ഒരു വല്ലാത്ത സ്നേഹത്തെയാണ്, മാനവികമായൊരു സ്നേഹത്തെയാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
ഇതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം, മറ്റെല്ലാ മതവിഭാഗങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ സൊസൈറ്റിയുടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി, സ്വൈരത്തിന് വേണ്ടി നമ്മൾ കൂട്ടമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നതാണ് ഈ സായാഹ്നത്തിൽ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഇതിൻ്റെ ഒരു സന്ദേശമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.